ഷോമിയുടെ ഷോമി 14 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്, പക്ഷേ വില 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷോമി 14 അൾട്ര എന്നുള്ള ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.735 2K ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. 3200x1440 എന്ന റെസൊല്യൂഷനിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മൈക്രോ കേർഡ് ആയിട്ടുള്ള കേർഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് ചെറിയ കർവാണ് ഇതിൽ വരുന്നത്. 4 ഭാഗത്തും ഈ ഒരു ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 12-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ വരുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. 2K റെസൊല്യൂഷനും കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും അതുപോലെ 12-bit ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 225 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. തിക്നെസ് വരുന്നത് 9.2 mm ആണ്. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പ്രോസസ്സർ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 16 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 512 GB ഇൻറ്റേർണലൊക്കെ കിട്ടുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ്സിലോട്ടും കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. സോണി LYT 900 സെൻസറാണ്. പിന്നെ വേരിയബിൾ അപ്പർച്ചറിലാണ് ഈ ഒരു സെൻസർ വരുന്നത്. f1.63യുടെയും 4.0യുടെയും ഇടയിലായിട്ട് അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. അതുമാത്രമല്ല 50 മെഗാ f1.8 അപ്പർച്ചറിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി IMX858ൻ്റെ സെൻസറാണ്. ഫീൽഡ് ഓഫ് വരുന്ന 122 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 50 മെഗാ f1.8 അപ്പർച്ചറിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതും സോണി IMX858ൻ്റെ സെൻസറാണ്. പിന്നെ ഇതിൽ 3.2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 50 മെഗാ f2.5 അപ്പർച്ചറിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. ഇതും സോണി IMX858ൻ്റെ സെൻസറാണ്. 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OSൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ വേരിയബിൾ അപ്പർച്ചറും അതുപോലെ തന്നെ ബാക്കി സെൻസേഴ്സും അത്യാവശ്യം നല്ല സെൻസേഴ്സ് തന്നെയാണ്. മികച്ചൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് വയർലെസ് ചാർജിങ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 99,999 രൂപയാണ്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സെയിലിന് ഇനിയും ടൈമുണ്ട്. ഏപ്രിൽ 12-നാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ICICIയുടെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 6 മാസത്തേക്ക് ഒരു പ്രാവശ്യത്തെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ വളരെ മികച്ച ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ്, മികച്ച പ്രോസസ്സർ, മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ, അതുപോലെ തന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും. പക്ഷേ വില 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ എടുക്കുമ്പം ആൾക്കാർ കൂടുതലും കൺസിഡർ ചെയ്യുക ആപ്പിളിൻ്റെ ഫോൺ അല്ലാന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണൊക്കെയാണ്.
അപ്പം അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഷവോമിയുടെ ഫോൺ എത്ര പേര് എടുക്കും എന്നുള്ളതും ഒരു ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ വിവോയുടെ ഫോണിലോട്ട് വരെ പോയേക്കാം, എന്നാലും ഷവോമിയുടെ ഫോൺ എടുക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. എന്തായാലും ഷവോമി 14 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് എത്ര പേര് ഈ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.